അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ 10 അപ്പോൾ ലാസ്റ്റത്തെ 10 ഇതാന്ന് പറയുമ്പോഴത്തേന് പോകും. അപ്പോൾ ഞാൻ ഇതാക്കണേ അരിയൊക്കെ കേകി വെള്ളത്തിലിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉയിന്ന് കഴിഞ്ഞിക്കണേ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചൂടാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്താട്ടിന്നറിയാം, ഒരു 3-4 പപ്പടം അരി കേകി വെച്ച വെള്ളത്തേക്ക് അങ്ങനെ ഇട്ട് വെച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിലച്ചക്കാണ് കേട്ടോ ഞാൻ കേകി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് രാവിലെ നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഉയിന്നില്ല എന്നൊന്നും വിചാരിച്ചിക്കണ്ട. ആരും ഇഡ്ഡലിയോ അപ്പോൾ ഒന്നും ചൂടാതെക്കണ്ട. നല്ല അടിപൊളിയായിട്ട് തന്നെ മാവ് സാറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ പപ്പടം ഉണ്ടാക്കുന്നത് ഉയിന്നുകൊണ്ടാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഉയിന്നിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഉയിന്ന് കഴിഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ നോലുമ്പ് കഴിഞ്ഞാലല്ലേ നമുക്ക് ഉയിന്നിനൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒക്കെ നമുക്ക് വാങ്ങാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉയിന്നില്ലെങ്കിലും അപ്പം ചൂടാട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, മാവൊക്കെ നല്ലോണം ഒന്ന് കജ്ജോണ്ടൊന്ന് കുഴച്ച് വെച്ചേക്കണം കേട്ടോ. കജ്ജോണ്ട് കുഴച്ച് വെച്ചാൽ നല്ലോണം പൊന്തി വരും എന്നൊക്കെ പറയണേ കേൾക്കാം. പിന്നെ ഇതാക്കണേ, അയലോകത്ത് നിന്ന് കിട്ടിയതാണ് പഴഞ്ചക്ക. കണ്ടാൻ പക്കം ഒന്ന് ഞാൻ ഇരിഞ്ഞ് വെക്കണുണ്ട്. അപ്പോൾ നമ്മൾ മിന്നുട്ടിക്ക് വേണമെങ്കിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ചിക്കാണ്ടേ. അപ്പം നോലുമ്പായാൽ പിന്നെ ഇതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ തുറക്കാൻ നേരത്ത് എന്തൊക്കെയാണ് തിന്നണ്ടേന്ന് തന്നെ നമുക്ക് പൊടിയാടുണ്ടാവില്ല. നോലുമ്പ് നോറ്റിക്കുമ്പോൾ പഠിച്ചോനെ അത് വേണമെന്നൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കിട്ടിക്കഴിഞ്ഞ് നോമ്പൊന്ന് തുറന്ന് 2 ഗ്ലാസ് വെള്ളമാണ് കുടിച്ചാണ്ടല്ലോ പള്ളയാണ് നിറഞ്ഞ്. പിന്നെ ഒരു ചക്കിയും വേണ്ട, മാങ്ങിയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഒരു ഷമാമ ഉണ്ടായിനി. നമ്മൾ സനുകൂട്ടം പറഞ്ഞു ഷമാമ ജ്യൂസ് അടിച്ചാൽ. അപ്പോൾ ഞാൻ എന്തെന്നാ ഒന്ന് വാങ്ങിക്കൊടുന്നോ പറഞ്ഞ്. അപ്പോൾ ഓന് നോലുമ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷമാമ കൊടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പകുതി അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെപ്പാട് അടിച്ച് വെച്ചിട്ട് കാര്യമല്ല. ഒക്കെപ്പാട് അടിച്ച് വെച്ച് പിന്നെ ഇതിനൊരു വേറൊരു ചുവ വ്യത്യാസം വരും. പിന്നെ ഒരു 2-3 ഏലക്കായും കുറച്ച് പഞ്ചസാര ഇട്ടേക്കണുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടെങ്കിൽ നല്ല തണുപ്പുമാണ് കുടിച്ചുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് പാലും ഉണ്ടായിനി. ആ പാല് കണ്ടിട്ടാണ് മൂപ്പര് പറഞ്ഞത് ഷമാമ ജ്യൂസ് അടിച്ചാൽ. പിന്നെ പാല് കുറച്ച് കമ്മിയായപ്പോഴേ ഞാൻ എന്താട്ടിന്നറിയാം, കുറച്ച് പാൽപ്പൊടിയും കൂടി ഉണ്ടായിനി. ആ പാൽപ്പൊടി ലേശം ചൂടുവെള്ളത്തിൽ കലക്കി അതും പാടെ ഇക്കൾ പാർന്ന് നിർത്തും. പിന്നെ ഷമാമ ഇതാക്കണം ഓരോന്ന് കഷ്ണങ്ങളൊക്കെ ആയിട്ട് അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അരച്ചെടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഷമാമ ജ്യൂസൊക്കെ നമ്മൾ അടിച്ച് ഫ്രിഡ്ജിക്ക് വെച്ചു. പിന്നെ ഇഡ്ഡലിയാണല്ലോ ചൂടുന്നത്. അപ്പോൾ ഒന്ന് സാമ്പാർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങളുള്ളൂ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഈ നോലുമ്പിന് വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സാധനം മതി. അപ്പോൾ നമ്മളെ മാവൊക്കെ ഇതാക്കണം സാറായിട്ട് പൊന്തി വന്നതാണ്. പക്ഷേ കാണാൻ കുറച്ച് ഈമാനൊന്നുമില്ല നമ്മളെ മാവ്. പക്ഷേങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടീനി കേട്ടോ. അധികം ഒന്നും പൊന്തിയിട്ടില്ല, പക്ഷേങ്കിൽ നൊരച്ചിക്കണം കേട്ടോ. പിന്നെ 2 മുട്ട ഞാൻ ആ ഇഡ്ഡലിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ മക്കൾ ഇയാളെ ഈ ഫോണെടുത്ത് ഇങ്ങനെ കാണുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും. എന്നിട്ട് പിന്നെ അമ്മച്ചി നമുക്ക് അതുണ്ടാക്കാറ്. അപ്പം ഇപ്പം ഉണ്ടല്ലോ സമൂസൻ്റെ ഓലയിൽ പപ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതുണ്ടാക്കാനാണ് കേട്ടോ 2 മുട്ട പുഴുങ്ങിയെടുക്കുന്നത്. ഇന്നതാക്കണേ ഞാൻ പഴം ഒരു വാഴയ്ക്കയും ഒരു കേങ്ങും ഒരു വല്ലുള്ളിയും ഒരു ക്യാരറ്റും ഒരു പിന്നെ മുരിങ്ങാക്കായൊക്കെ എടുത്തുക്കണേ. അപ്പോൾ കുറേ ഒന്നും വേണ്ട. പിന്നെ ഒരു വൈതലങ്ങ നമ്മളെ മരത്തുമ്പോൾ എടുത്താണ് കേട്ടോ. പിന്നെ മുരിങ്ങാക്കായി നമ്മളെ അയലോക്കത്തെ പെരയുന്ന എടുത്താണ്. പിന്നെ ഞാൻ ഈ കേങ്ങ് ഒക്കെ ഒന്നും ഇടണില്ല, പകുതി ഇടണുള്ളൂ. ഒക്കെപ്പാടെ ഇട്ടിട്ട് കാര്യമല്ല. ഈ നോലുമ്പ് ആയാലും ആർക്കും വേണ്ടില്ല. മക്കളൊക്കെ അതിൻ്റെ തെളി ഇങ്ങനെ മുക്കിപ്പാരും. പിന്നെ ഇതാക്കണേ, നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഇഡ്ഡലിൻ്റെ മാവ് കോരി ഒഴിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രം ഇറക്കി വെച്ചിട്ട് അതിലേക്ക് അങ്ങനെ പാർന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മളെ ഇഡ്ഡലി എങ്ങനെ ഉണ്ട് നോക്കാം. പിന്നെ ഇതാക്കണ കുക്കർക്ക് നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചു ഇട്ടുകൊടുത്തു. അരിഞ്ഞ് ഇട്ടുക്കണേ. ഇനി പിന്നെ ഉപ്പ്, കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടി കേട്ടോ. ഇത് ഇങ്ങനെ അറിയില്ലേനി. അപ്പോൾ നമ്മളൊരു ചങ്ങാഴ്ച ഉണ്ട് യൂട്യൂബിൽ, ഓളിങ്ങനെ ഇട്ടിനി കേട്ടോ. സുഹേല എന്നാ പേര്. അപ്പോൾ ഓളിങ്ങനെ പറഞ്ഞ നല്ല രസമാണ് ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച്
സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. ഇനി സാമ്പാർ പൊടി ബാക്കി നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാമെന്നാണ് ഓള് പറഞ്ഞത്. നമുക്ക് അത് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കാം, നമ്മളെ ഇഡ്ഡലിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മാവ് ഒരു ഈമാനൊന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല ഉഷാറായിട്ട് നല്ല സ്പോഞ്ച് പോലെ അയക്കണം. അപ്പം അങ്ങനെ നമ്മളെ ഇഡ്ഡലി റെഡിയായി. പിന്നെ ഞാൻ നമ്മളെ പപ്സ് ഉണ്ടാക്കാനുള്ള ഉള്ളി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വാർന്നെടുത്ത് ലേശം ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങാക്കായ് ഞാൻ അപ്പം തന്നെ ഇട്ടിട്ടില്ല. മുരിങ്ങാക്കായ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പോകും. അപ്പോൾ ഇത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതാക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. നമ്മളെ ഉള്ളിയൊക്കെ മസാല കൂട്ടി പിന്നെ അതിലേക്ക് കുറച്ച് ഇറച്ചി മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, അത് ഇട്ടെടുത്ത് സെറ്റായിട്ടാണ് നമ്മളെ മസാലയൊക്കെ റെഡി ആയിക്കണേ. ഇനി മുട്ടയൊക്കെ ഒന്ന് തോല് ഒഴിച്ചെടുക്കണം. നമ്മളെ സനുട്ടൻ തോല് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർക്ക് മുരിങ്ങാക്കായൊക്കെ വെന്തു. ഞാൻ പുളി ഒന്ന് പീഞ്ഞ് പാരുകയാണ്. അപ്പം അങ്ങനെ പുളിയും പീഞ്ഞ് പാർന്നു. അങ്ങനെ ഇതാക്കണേ, നമ്മളെ സാമ്പാർ ഒരുവിധമൊക്കെ സെറ്റായി. പിന്നെ കടുക് പൊട്ടിച്ചു, ഉലുവ ഇട്ടു, കുറച്ച് മല്ലിച്ചപ്പും കരിയേപ്പിൻ്റെ ഇല ഇട്ടെടുത്തു. പിന്നെ ഇതാക്കണേ കുറച്ച് കൂടി സാമ്പാർ പൊടി ആ എണ്ണയ്ക്ക് ഇട്ടെടുത്തു മൂപ്പിച്ചിട്ട് നമ്മളെ സാമ്പാർക്ക് പാർന്നു കൊടുക്കാൻ കേട്ടോ. പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചങ്ങാഴ്ച പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ, നല്ല അടിപൊളി സാമ്പാർ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ സാമ്പാർ. അപ്പോൾ ഞാനിങ്ങനെ വെക്കൽ ഇല്ല. ഇനി ഞാൻ സാമ്പാറൊക്കെ വെന്തിട്ട് ലാസ്റ്റാണ് ആദ്യമൊക്കെ ഇട്ട് കൊടുക്കലല്ലേ, ഈ എണ്ണയും മൂപ്പിച്ച് പാരും. അങ്ങനെയാണ്, ഇങ്ങനെ വെക്കലില്ല കേട്ടോ. സംഭവം സെറ്റ് ആയിക്കണം കേട്ടോ സാമ്പാർ. പിന്നെ ഇതാക്കണേ മുട്ടയൊക്കെ തോലൊഴിച്ച് നമ്മൾ സനോട്ട് അവിടെ വെച്ചിക്കണം. നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇതാക്കണേ ഞാൻ പാത്രത്തിലാക്കി. നമ്മളെ സാമ്പാറും റെഡിയായി. ഇനി നമുക്ക് നമ്മളെ പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അങ്ങനെ ഇതാക്കണേ പപ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം മുട്ട നമ്മൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഇങ്ങോട്ടൊരു 4 കീറാക്കണം കേട്ടോ. അങ്ങനെ ഒരു മുട്ട 4 എണ്ണാക്കി. പിന്നെ ഞാൻ നമ്മളെ സമൂസേൻ്റെ പോലെ തലങ്ങും വിലങ്ങും വെച്ച് കൊടുത്തു. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാനാണ് ഈ കാര്യം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണുണ്ട്. നമ്മളെ മക്കളാണെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ഒന്ന് കാണാൻ നിൽക്കുകയാണ് ഉണ്ടാക്കാൻ. അപ്പം ഇച്ചു തന്നെ ഇത് കണ്ടപ്പോൾ ഒരു പൂതി ഉണ്ടായിന് കേട്ടോ, ഉണ്ടാക്കി നോക്കണം എന്നില്ലത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇച്ചുണ്ടായിന് പൂതി ഒന്ന് ഉണ്ടാക്കി വെക്കാൻ, തിരക്കേടില്ല എന്നൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാനും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതാക്കണേ നമ്മളെ സമൂസൻ്റെ ഓല വെച്ചിട്ട് നമ്മൾ പപ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തലങ്ങും വിലങ്ങും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുകയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇതും കൂടിയാണ് മടക്കി വെച്ചാൽ സെറ്റായി. അപ്പം നമ്മളെ പപ്സ് റെഡി ആയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു പപ്സൊക്കെ തിന്നാൻ പൂതിയാകാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. അങ്ങനെ 4 ഭാഗവും നമ്മൾ ഒട്ടിച്ചു എടുത്തു, അല്ലെങ്കിൽ എണ്ണ കയറും കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇതാക്കണേ എല്ലാം സെറ്റായി. കണ്ടില്ലേ, പപ്സൊക്കെ റെഡി ആയിക്കണേ. ഇനി നമുക്ക് എണ്ണ ചൂടാകണം, ചട്ടിക്ക് ഇടണം, അത്രേ പണിയുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളെയൊക്കെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാവുമെന്ന് നമുക്കറിയാം, എന്നാലും പറയട്ടോ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ കുറേ വ്യൂസൊക്കെ കമ്മിയാണ്. അപ്പോൾ നോൻപൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യൂസൊക്കെ വരും എന്നൊക്കെ നമ്മൾ വിചാരിച്ചണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നമ്മൾ ആരും നിർബന്ധിച്ചില്ല കേട്ടോ. വീഡിയോ കണ്ടിട്ട് തുടക്കം മുതൽ കണ്ടിട്ട് ഒരു 5 മിനിറ്റ് നേരമൊക്കെ കണ്ടിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ തരിക കേട്ടോ. പിന്നെ അതാ നമ്മളെ പപ്സൊക്കെ പൊരിച്ച് മാറ്റി വെച്ചിക്കണേ. നല്ല ചൊറുക്കുണ്ട് കാണാനില്ലേ. കാണാൻ മാത്രം നല്ല, തിന്നാനും നല്ല രസമുണ്ടേനി. പിന്നെ ഒരു ലോഡ് പാത്രം മോറാനുണ്ട്, അതൊക്കെ ഒന്ന് മോറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടേ നമ്മൾ ഈ ലാസ്റ്റ്ക്ക് ഈ പാത്രം മോറാൻ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ഈ പാത്രം മോറാൻ നിൽക്കേണ്ടി വരും. അങ്ങനെ പാത്രമൊക്കെ മോറിക്കഴിഞ്ഞിട്ട് പിന്നെ ലേശം ചോറ് വെക്കണം നമുക്ക് പെലച്ചക്കും തിന്നാൻ. പിന്നെ ഇതാക്കണേ ചോറ് തീമിട്ടു. ഷമാമിൻ്റെ ജ്യൂസ് ഞാൻ നമ്മളെ ജഗ്ഗിലൊന്ന് പാർന്നു. ഈ ജഗ്ഗിൽ പാകമാണ് കേട്ടോ, നമുക്ക് കുടിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല തണുത്ത വെള്ളം വെച്ചിക്കണേ. ആദ്യം തണുത്ത വെള്ളം വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറന്നു. പിന്നെ ഇന്ന് ഫ്രൂട്ട്സൊന്നുമില്ല കേട്ടോ, ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിരിക്കണേ. പിന്നെ പറഞ്ഞേക്കണമെങ്കിൽ നമ്മളെ കുട്ടി ഇവിടെ അല്ല, നമുക്ക് അടിയിൽ കയറിയിരിക്കണേ. അപ്പം ഇന്ന് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണേ നമ്മൾ നോമ്പൊക്കെ തുറക്കണം കേട്ടോ. ഷമാമ ജ്യൂസ് നല്ല തണുപ്പുണ്ടായി, നല്ല രസമുണ്ടായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.